റഷ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയ ഉപരോധം ലോകരാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ശീതയുദ്ധത്തിനുള്ള കളമൊരുക്കുകയാണെന്നാണ് നിരീക്ഷണം. ഇതോടെ റഷ്യയും അമേരിക്കയും തമ്മിൽ ബന്ധം കൂടുതൽ വഷളാകും. ഉപരോധം കേവലം പ്രതീകാത്മകം മാത്രമാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. എന്നാൽ ഉപരോധം ശക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ പ്രതികാരമായി റഷ്യയിലെ അമേരിക്കൻ പൗരന്മാർക്കും കമ്പനികൾക്കുമേൽ രാജ്യം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന് സെന്റർ ഫോർ നാഷണൽ ഇൻട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൗൾ ജെ സൗണ്ടേഴ്സ് അഭിപ്രായപ്പെട്ടു. If the administration wants to impose very broad-based economic sanctions, they certainly could do that. Then we have to recognize that there would be a very high risk of retaliatory sanctions by Russia against American companies and maybe Americans living in Russia. അതേസമയം റഷ്യയോടൊപ്പം ചേരാനുള്ള ജനഹിത പരിശോധനയ്ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചതോടെ ക്രീമിയയിലെ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗമായ താർത്താരികൾ ഭീതിയിലായിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ഭരണാധികാരി സ്റ്റാലിന്റെ അടിച്ചമർത്തലിനും ഇവർ ഇരയായിട്ടുണ്ട്. സുരക്ഷിത ഇടമായ യുക്രൈൻ വിട്ട് മോസ്കോയിലേക്ക് നാടുകടത്തപ്പെടുമോ എന്ന ഭീതിയിലാണിപ്പോൾ താർത്താരികൾ ജനഹിത പരിശോധന ബഹിഷ്കരിച്ചിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് ക്രീമിയയിലെ താർത്താരി സമുദായ നേതാവ് റഫാത്ത് ചുബറോവ് പറഞ്ഞു. Ведущие игроки, которые допустили эту ситуацию, они принизили каждого человека, заставляя его делать зачастую тот выбор, который человек не хочет делать. И это относится не только к крымским татарам, это относится к каждому живущему в Крыму. ന്യൂസ് ഡെസ്ക് മീഡിയ 1.